വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നു. പാർട്ടിയിലെ നിയമനക്കോഴ ആരോപണങ്ങളിൽ കുരുങ്ങിയാണ് വിജയൻ ജീവൻ ഒടുക്കിയത്. എന്നാൽ അതിനുശേഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള കോൺഗ്രസിന്റെ ക്രൂരത തുടരുകയാണെന്നാണ് ആക്ഷേപം. ബത്തേരി സഹകരണ അർബൻ ബാങ്കിൽ നിന്ന് വിജയൻ എടുത്ത വായ്പയുടെ പേരിൽ കുടുംബത്തിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ബാങ്ക് ചെയർമാൻ കൂടിയായ DCC സെക്രട്ടറി DB രാജശേഖരൻ. ഈ നടപടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണോ എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ്. ബാങ്കിന്റെ ഭീഷണി വിജയന്റെ കുടുംബത്തിന് മറ്റൊരു ആഘാതമായി. ഇതിന് തൊട്ടുമുമ്പാണ് കോൺഗ്രസ് MLA AT സിദ്ദീഖ് വിജയന്റെ കുടുംബത്തെ പരസ്യമായി അപമാനിച്ചത്. കോൺഗ്രസ് നൽകിയ പണം കുടുംബ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചെന്നായിരുന്നു സിദ്ദീഖിന്റെ ആരോപണം. ഈ ആരോപണത്തെ തുടർന്ന് വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് കുടുംബം മുക്തമാകും മുമ്പാണ് ബാങ്കിന്റെ ഭീഷണി എത്തുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും വിജയന്റെ കുടുംബത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കുന്നു. വിഷയത്തിന്റെ അടിസ്ഥാനം വിജയന്റെ ആത്മഹത്യക്കുറിപ്പാണ്. പാർട്ടിക്ക് വേണ്ടി വൻ തുക ബാധ്യത എടുത്തതിനെ കുറിച്ച് അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സഹകരണ അർബൻ ബാങ്കിൽ നിന്ന് എടുത്ത വായ്പ കോൺഗ്രസിന് വേണ്ടിയാണ് ചെലവഴിച്ചതെന്നും അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നു. പലിശ അടക്കം 69 ലക്ഷം രൂപയാണ് നിലവിൽ ഈ വായ്പ തിരിച്ചടയ്ക്കാനുള്ളത്. ഈ തുക മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് ചെലവഴിച്ചതെന്നാണ് വിജയന്റെ മരുമകൾ പത്മജയും പറയുന്നത്. കോൺഗ്രസിന്റെ സൈബർ സംഘങ്ങൾ തങ്ങളെ വേട്ടയാടുകയാണെന്നും സൈബർ ആക്രമണം രൂക്ഷമായതോടെ പോലീസിൽ പരാതി നൽകിയെന്നും അവർ അറിയിച്ചു. ബാങ്ക് ചെയർമാൻ DP രാജശേഖരൻ വിഷയത്തിൽ നടത്തിയ പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തിന് കൂടുതൽ തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. വിജയൻ എടുത്ത വായ്പ കോൺഗ്രസിനായി ചെലവഴിച്ചതല്ലെന്നും ബാങ്കിന്റെ തുടർ നടപടികൾ പാർട്ടി നേതൃത്വം പറഞ്ഞാൽ മാത്രമേ സ്വീകരിക്കൂവെന്നും രാജശേഖരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിജയൻ 2007 ബിസിനസ് ആവശ്യത്തിന് 10 ലക്ഷം രൂപ വായ്പ എടുത്തെന്നും 2021 ഇത് 45 ലക്ഷമാക്കി പുതുക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒളിച്ചുകളി വ്യക്തമാക്കുന്നു എന്നാണ് പൊതുവായ വിലയിരുത്തൽ. വിജയൻ പാർട്ടിക്ക് വേണ്ടി പണം ചെലവഴിച്ചില്ലെന്ന് പറഞ്ഞ് തടി ഊരുമ്പോൾ ബാങ്കിന്റെ നടപടികൾ പാർട്ടി നേതൃത്വത്തിന്റെ കയ്യിലാണെന്ന് സമ്മതിക്കുന്നുമുണ്ട്. കോൺഗ്രസിനകത്തെ നിയമനക്കോഴ ഇടപാടുകളാണ് ഈ ദുരന്തങ്ങൾക്ക് വഴിവെച്ചതെന്നാണ് ആരോപണം. വിവിധ സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികൾക്ക് നിന്ന് കോഴ വാങ്ങി ആ ബാധ്യതകളെല്ലാം DCC ട്രഷററായിരുന്നു വിജയന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയവരുടെ നിർദ്ദേശപ്രകാരമാണ് വിജയൻ കടം വാങ്ങിയതും ബാങ്കിലെ വായ്പ പുതുക്കിയതും. ഈ നേതാക്കൾ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചതോടെയാണ് വിജയൻ പ്രതിസന്ധിയിലായത്. പാർട്ടി നേതൃത്വം കൈയൊഴിഞ്ഞപ്പോൾ മകന് വിഷം നൽകി വിജയൻ ജീവൻ ഒടുക്കുകയായിരുന്നു. ആകെ 2.5 കോടിയോളം രൂപയാണ് ഈ വിഷയത്തിൽ വിജയന്റെ കുടുംബത്തിനുള്ള ബാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വലിയ തുകയുടെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കുമെന്ന് നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നു. DCC ഈ ബാധ്യത ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിജയന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സഹായം വാഗ്ദാനം ചെയ്ത് KPCC രംഗത്തെത്തിയിരുന്നു. KPCC പ്രസിഡന്റ് K സുധാകരൻ ഇടപെട്ട് 10 ലക്ഷം രൂപ പണമായി നൽകാമെന്നും 25 ലക്ഷം രൂപയുടെ ബാധ്യതയുള്ള ഭൂമിയുടെയും വീടിന്റെയും ആധാരം ജൂണിൽ കുടുംബത്തിന് തിരികെ നൽകുമെന്നും കരാറുണ്ടായിരുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. 10 ലക്ഷം രൂപ നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരം തിരികെ നൽകാനുള്ള നടപടികളും ഉണ്ടായില്ല. ഇതിനിടെയാണ് ബാങ്കിന്റെ ഭീഷണി. ഇത് കോൺഗ്രസ് നേതൃത്വം നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. വിഷയം വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. നിയമനക്കോഴ ആരോപണങ്ങളും അതിൽ പാർട്ടിയിലെ ഉന്നത നേതാക്കളുടെ പങ്കാളിത്തവും പുറത്തു വന്നിട്ടും നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്നാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം. ഒരു നേതാവിന്റെ മരണത്തിന് കാരണമായ ഒരു വിഷയത്തിൽ പോലും കോൺഗ്രസ് നേതൃത്വം നിസ്സംഗത പാലിക്കുന്നത് അവരുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു. വയനാട്ടിൽ വിജയന്റെ കുടുംബം അനുഭവിക്കുന്ന ദുരിതം വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സൈബർ ആക്രമണങ്ങൾക്കെതിരെയും ബാങ്കിന്റെ ഭീഷണിക്കെതിരെയും കുടുംബം നിയമ നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് കൂടുതൽ നേതാക്കളെ പ്രതിരോധത്തിലാക്കും. ആരോപണ വിധേയരായ നേതാക്കൾക്ക് പാർട്ടി സംരക്ഷണം നൽകുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. നിയമനക്കോഴ വിഷയത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യം ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ ആഭ്യന്തര അന്വേഷണത്തിൽ മാത്രം ഈ വിഷയം ഒതുങ്ങാനാണ് പാർട്ടി ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. ഇത് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണെന്നും പറയപ്പെടുന്നു. വിജയന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമോ എന്നതാണ് ഇപ്പോൾ പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ഒരാളുടെ കുടുംബം വേട്ടയാടപ്പെടുന്നത് ജനാധിപത്യ സമൂഹത്തിന് അപമാനമാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ പാർട്ടിക്കകത്ത് തന്നെ വിയോജിപ്പുകൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഇതുവരെ ശക്തമായ നിലപാടുകളായി മാറിയിട്ടില്ല. ഈ വിവാദം കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തും.